സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് 38 ഇഞ്ച് ശരീരവണ്ണമുള്ള ഒരാളിനുള്ള സാരി ബ്ലൗസ്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് തുറപ്പില്ലാത്ത വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിരിക്കണം. തുറപ്പുള്ള വശം എതിർവശത്തും. അപ്പം ഇതിൻ്റെ ഇറക്കം നമുക്ക് ഇതിൻ്റെ വണ്ണം 38 ഇഞ്ചല്ലേ ശരീരവണ്ണം. 38ൻ്റെ കൂടെ 8 ഇഞ്ച് കൂടി കൂട്ടണം. അപ്പം 46 ഇഞ്ച്. 46ൻ്റെ 4/1 11.5 ഇഞ്ച്. 11.5 ഇഞ്ച് വണ്ണം ഇട്ടാണ് നമ്മളിപ്പോൾ ഈ തുണി രണ്ടായിട്ട് മടക്കി വയ്ക്കുന്നത്. കണ്ടോ? ഇനി ഇതിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 16 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെയും അതേ 16 ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. ഇനി നമുക്കിത് രണ്ടും കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. ഇത് ബാക്കിലെ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 8.5 ഇഞ്ച്, അകൽച്ച 2.5 ഇഞ്ച്. കഴുത്തിൻ്റെ അകൽച്ച 2.5 ഇഞ്ച്. ഇനി ഇതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.5 ഇഞ്ച്. 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് താഴോട്ട് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോള് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിനി നമുക്കൊരു ബോക്സ് പോലെ ആക്കണം. ആം ഹോളും നെക്കും ഒക്കെ ഒരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പം നമുക്കിതിൻ്റെ ഈ അകൽച്ചയിൽ നിന്ന് താഴോട്ടൊരു ലൈൻ കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ ഇറക്കവുമായിട്ട് യോജിപ്പിച്ചാണ് നമ്മൾ ബോക്സ് പോലെ ആക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും ഷോൾഡറിൽ നിന്ന് താഴോട്ടൊരു ലൈൻ കൊടുത്തുകൊണ്ട് ആം ഹോളിൻ്റെ ഇറക്കവുമായിട്ട് യോജിപ്പിച്ച് അതും ഒരു ബോക്സ് പോലെ ആക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ആ കോർണറിൽ, ആ ബോക്സിൻ്റെ ആ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ ഈ പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷേപ്പിനിങ് വരച്ചെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ കോർണർ ഇട്ട് ഈ ബോക്സ് പോലെ വരയ്ക്കുന്നതായിരിക്കും കഴുത്തിന് ഷേപ്പ് വരാൻ നല്ലത്. അതുകൊണ്ട് അല്ലാതുള്ളവർക്ക് ഈ ബോക്സ് പോലെ ഒന്നും ആക്കാതെ നമുക്കങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ താഴെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് മുകളിൽ വണ്ണം കുറയാതെ അടയാളപ്പെടുത്തിയ പോയിൻറ്റിലോട്ട് ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു ലൈൻ കൊടുക്കാം. അത് നമ്മൾ ഈ ഷേപ്പ് ഒതുക്കി വെട്ടുന്നതാണ് കേട്ടോ, അടിവശത്തെ വണ്ണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം, ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്കിലെ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ബാക്കിലെ പീസ് എടുത്ത് അതേ അളവിൽ തന്നെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനേക്കാൾ 1 ഇഞ്ച് ഇറക്കം മാത്രം കൂട്ടി വേണം. അപ്പോൾ ആ 1 ഇഞ്ച് ഇറക്കത്തിന് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്താം. ബാക്കി വണ്ണവും ഫ്രണ്ട് നെക്കിൻ്റെ കഴുത്തിന് വ്യത്യാസം വരും, അത് മാത്രമേ ഉള്ളൂ. ആ 1 ഇഞ്ച് നമുക്ക് ഇറക്കം കൂടുതലുള്ളതിനാണ് നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഈ ബാക്കിലെ പീസ് ആ അടയാളപ്പെടുത്തി അവിടെ ഇങ്ങനെ ആ ലൈനിൽ തട്ടിച്ചുകൊണ്ട് വെച്ചാൽ മതി. 1 ഇഞ്ച് ഇറക്കം നമുക്ക് ഫ്രണ്ട് പീസിന് കൂടുതൽ വേണം. വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ കഴുത്ത് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത്, എനിക്ക് ഒരു 6 ഇഞ്ചാണ് കഴുത്ത് വേണ്ടത്. കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ബാക്കിയെല്ലാം അകൽച്ചയും ഷോൾഡറും എല്ലാം ഇതേ അളവിൽ തന്നെ നമ്മളങ്ങ് കട്ട് ചെയ്താൽ മതി. ഫ്രണ്ട് നെക്ക് മാത്രം നമുക്ക് വേണ്ട അളവ് ഏതാണോ അതനുസരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ കൂട്ടുകാരും ഞാൻ ഈ കാണിച്ചു തരുന്ന ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതിൻ്റെ
അഭിപ്രായം നിങ്ങളെനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് കയറി ഒന്ന് നോക്കണം. നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പ്ലേറ്റ് ഇടുന്നതും എല്ലാം പ്രത്യേകം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ ആം ഹോൾ ഒരു സ്വല്പം എടുത്ത് വെട്ടണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചുളുങ്ങി കിടക്കും. ചിലർ ബ്ലൗസ് ഇട്ടേക്കുമ്പോൾ അവിടെ ചുളുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെയില്ല, നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഫ്രണ്ടിൽ ആം ഹോൾ ഒരു സ്വല്പം ഒരു 1/2 ഇഞ്ച് അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് വെട്ടണം. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാൻഡ് പീസിന് ഈ ഭാഗത്തൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്നൊരു 4 ഇഞ്ചോളം നീക്കി ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 3.25 ഇഞ്ചും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിങ്ങനെ ചേർത്തൊരു ഷേപ്പിന് ഇങ്ങനെ വരയ്ക്കണം. വരച്ചിട്ട് ഇതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാൻഡ് പീസുമായി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ സ്ലീവാണ്. നമുക്ക് അതുകൂടി കട്ട് ചെയ്യാം. അപ്പോൾ 6 ഇഞ്ച് കൈക്കുഴിയാണ് നമ്മൾ എടുത്തത്. അപ്പം അതിനേക്കാൾ 2 ഇഞ്ച് കൂടി കൂട്ടി 8 ഇഞ്ച് കൈ ലൂസ് എടുക്കണം. കൈയുടെ വണ്ണം 8 ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് 8 ഇഞ്ച്. ഈ താഴ്വശം മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് കൈവണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. എനിക്കിവിടെ 8 ഇഞ്ചാണ് വേണ്ടത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി. 8-ന് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 8.5 ഇഞ്ചിനേക്കാൾ 3 ഇഞ്ച് കുറച്ച് വേണം ഈ ഭാഗത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ ചേർത്ത് ഇവിടെ താഴ്ഭാഗം കൈവണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടി ഇങ്ങോട്ട് ചരിച്ചങ്ങ് കട്ട് ചെയ്യണം. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ ഒരു സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മീതെ അടുത്ത ഒരു സ്ലീവ് എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ എടുത്ത് വെട്ടിയതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെയും ഒരു 1/2 ഇഞ്ച് എടുത്ത് വെട്ടണം. അപ്പം മുകളിലത്തെ ഒരു പീസ് മാറ്റിക്കൊണ്ട് താഴത്തെ ഒരു പീസ് മാറ്റിയിട്ട് ആ ഇടയിലത്തെ 2 പീസ് ഉണ്ടോ, ആ ഇടയിലത്തെ 2 പീസ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വെട്ടണം. ആ ഭാഗം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വെട്ടിയ ആ ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്യുമ്പം വരേണ്ടത്. എന്താ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇവിടെ ഒരു അടയാളം കൊടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഫ്രണ്ടിൽ ആം ഹോൾ നമ്മളെടുത്ത് വെട്ടിയ ആ ഭാഗത്ത് തന്നെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ 2 ബാൻഡ് പീസല്ലേ കട്ട് ചെയ്ത് വെച്ചുള്ളൂ. ഇനി ഇതേപോലെ തന്നെ 2 ബാൻഡ് പീസ് കൂടി നമുക്ക് വേണം. അപ്പോൾ അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാൻഡ് പീസ് കൂടി കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് അടിപ്പട്ടയും ക്രോസ് തുണ്ടുമാണ് പിന്നെ വേണ്ടത്. അപ്പം നമ്മുടെ ബാൻഡ് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ബാക്കിലെ പീസിൻ്റെ അടിഭാഗത്ത് വയ്ക്കാനുള്ള അടിപ്പട്ടയാണ് നമ്മൾ വെട്ടുന്നത്. അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്കിലെ പീസിൻ്റെ അടിഭാഗത്ത് വയ്ക്കാൻ വേണ്ടി കണ്ടതാണ്ട ഈ ഭാഗത്ത് വയ്ക്കാനുള്ളതാണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് നെഞ്ചുപടിയാണ്. അപ്പം നെഞ്ചുപടി ഹുക്ക് ഹോൾ വയ്ക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗത്തേക്ക് 1 ഇഞ്ച് വീതിയിലും നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ നെഞ്ചുപടിയുടെ കട്ടിങ്ങും കഴിഞ്ഞ്. ഇനി നമുക്ക് നെക്കിന് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസാണ് വേണ്ടത്. അതിങ്ങനെ ക്രോസിന് വേണം. ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസിന് ഇങ്ങനെ ഒരു 3-4 പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കഴുത്തിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിങ്ങനെ ക്രോസിനായിരിക്കണം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു 3-4 പീസ് മതി. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.